ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ചെറിയ സവാളയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കുക. വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും കൂടി ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ക്യാബേജ് ചേർക്കണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ക്യാപ്സിക്കം ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ക്യാപ്സിക്കത്തിന് അധികമായിട്ട് അങ്ങനെ വെന്ത് വരാനുള്ള സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. മാത്രമല്ല വളരെ നൈസായിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി. അപ്പോൾ ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നന്നായിട്ട് അത് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊരു പുളിപ്പും മധുരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫില്ലിങ്ങിന്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത്, ഞാൻ ഇവിടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞളും ചേർത്തിട്ട്. അപ്പോൾ അത് പൊടിച്ച് ചിക്കനാണ് കേട്ടോ, വേവിച്ച് പൊടിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അത് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് എല്ലാം കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് കറിവേപ്പിലയോ അല്ലെന്നുണ്ടെങ്കിൽ മല്ലിയിലയോ ചേർക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗളിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഹോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൂട് ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് എണ്ണയൊക്കെ നന്നായിട്ട് അത് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്പം വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി മാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്കൊന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. വളരെ ചെറുതായിട്ട് എടുത്താൽ മതി കേട്ടോ. നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ടൈപ്പിൽ ആ ഒരു അളവിൽ എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തി പലകയോ കട്ടിംഗ് ബോർഡോ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്തെടുത്താലും മതി. സാധാരണ പൂരിയൊക്കെ പരത്തുന്ന പോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഓയിൽ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മാവ് ഇതുപോലെ വിതറിയിട്ടോ നിങ്ങൾക്കത് പരത്തിയെടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. മാവ് ഇതുപോലെ പൊടി വിതറിയാലും അധികമായിട്ട് അങ്ങനെ എണ്ണയിൽ മാവൊന്നും ഉണ്ടാകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താലും മതി. സാധാരണ പൂരിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങ് നൈസാക്കരുത്, എങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് റൗണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വട്ടത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഒരു റൗണ്ട് പാത്രം എടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ കറക്റ്റ് നല്ലൊരു റൗണ്ടായിട്ട് കിട്ടും. ഒരെണ്ണം ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സൈഡിലായിട്ട് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിൽ നിങ്ങൾക്കിപ്പോൾ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെജിറ്റബിൾ മാത്രം ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ ഒന്ന് ചിക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ 2 രീതിയിൽ ഞാനിത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല ലെയറായിട്ട് കിട്ടത്തക്ക രീതിയിലും അല്ലാതെ ഇത് ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിലും ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക.
അപ്പം മടക്കിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അത് പെരുകിയിരിക്കും. അപ്പോൾ എണ്ണയിലിടുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. സൈഡെല്ലാം ഒന്ന് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷേപ്പ്, ഒരു ഡിസൈനും കിട്ടും, കൂടെ നന്നായിട്ട് അത് പ്രസ്സായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് വശവും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വശം ചെയ്തെടുത്താലും മതിയാകും. അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് പരത്തി കാണിച്ചു തരാം. അപ്പോൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ, ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഒരെണ്ണം പരത്തിയതിന് ശേഷം അതിലേക്ക് ഒരല്പം ഓയിലൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയൊന്ന് വിതറി കൊടുക്കാം. പൊടിയെല്ലാം ഒന്ന് വിതറി ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മടക്കിയെടുക്കാം. ആ രണ്ടാമത് മടക്കിയ ലെയറിലും എണ്ണ തേച്ചതിന് ശേഷം പൊടി ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ലെയറായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ലെയറായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ആദ്യം കാണിച്ച രീതിയിലും ചെയ്യാവുന്നതാണ്. ഒരുവിധം ഒന്ന് വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കുഴിയുള്ള കടായി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് എണ്ണ മതിയാകും. ഇനി നമുക്കത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബബിൾസൊക്കെ ഒന്ന് അണഞ്ഞ് വരും. ആ സമയം ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാകും. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മുരിയിച്ചെടുത്താൽ മതിയാകും കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഫില്ലിങ്ങൊക്കെ ഏത് ഫില്ലിങ് വേണോ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.